ഇറ്റ്ഫോക്ക് 2025 ഇന്നേക്ക് രണ്ടാം ദിവസം. ഇറ്റ്ഫോക്ക് ആരവത്തിലേക്ക് സ്വാഗതം. ഞാനൊരു വിശേഷം പറയാം. യാത്രകളെയും ചിത്രങ്ങളെയും ഒരുപോലെ സ്നേഹിച്ച ഒരു വ്യക്തിയുടെ വിശേഷങ്ങളെക്കുറിച്ച്. ശ്രീജിത്ത് അനിയൻ. Showing my paintings is happiness, and the drawing itself is giving me happiness. It's kind of travel. Drawing, I'm seeing so many figures, so many hues while drawing, just like children do. I'm fully involved and immersed in it. And Not planning. Nothing like planning, no imagination and all. That process is kind of travel. എന്ത് കൈൻഡ് ഓഫ് ഒരു ആർട്ടാണ് അല്ലെങ്കിൽ എന്ത് കൈൻഡ് ഓഫ് ചിത്രങ്ങളാണ് ഫോക്കസ് ചെയ്യുന്നത്? അല്ല, അതിന് വി കനോട്ട് കാറ്റഗറൈസ് ചെയ്യാനോ അതിനൊന്നും തയ്യാറില്ലാത്തതുപോലെയാണ് ഞാൻ. ആ നേരത്ത് എങ്ങനെയോ വരുന്നത് അതിൻ്റെ അതുപോലെ അങ്ങനെ ആവണം. എക്കോസാപ്പിയൻ എന്ന് പറഞ്ഞാൽ ബിക്കോസ് ഐ ട്രാവൽ ടു മൗണ്ടൻസ്, ഫോറസ്റ്റ് ആൻഡ് ഓൾ. സോ മോസ്റ്റ്ലി ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ട്രീസ്, മൗണ്ടൻസ് ആൻഡ് പ്രകൃതി. ചൈൽഡ്ഹുഡ് ഈസ് എൻ്റെ വീട്ടിൽ കാവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ തന്നെ നടക്കാൻ തുടങ്ങിയപ്പോൾ എന്നെ കാവിലേക്കാണ് ഇറങ്ങുന്നത്. പിന്നെ അവിടുന്ന് കാവും കാടും അത് കഴിഞ്ഞിട്ട് പിന്നെ പീച്ചി, നിയറസ്റ്റ് ഫോറസ്റ്റ് വെസ്റ്റേൺ ഗഡ്സ് പീച്ചിയൊക്കെയാണ്. എൻ്റെ ഇളയച്ചൻ അവിടുത്തെ പോസ്റ്റ് മാസ്റ്ററൊക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ വെക്കേഷനിലൊക്കെ ഞാൻ അങ്ങനെ സമ്മർ വെക്കേഷനിലൊക്കെ അവിടെ പോകും. അങ്ങനെയാണ് കാടുകളിലേക്കുള്ളത്. പിന്നെ ഹിമാലയാസിലേക്കൊക്കെ വലുതായപ്പോൾ ഹിമാലയാസിലും പിന്നെ ഇപ്പോഴൊക്കെ അധികം ഞാൻ ഈ എന്താ പറയണ ഈ ആദിവാസികളിലെ അട്ടപ്പാടി, വയനാട്ടിലൊക്കെയാണ് കൂടുതൽ സംഭവം. അവരെല്ലാവരും ഞാനിപ്പോൾ പറഞ്ഞില്ലേ ഇതിനൊരു മീനിങ് എന്നോട് ചോദിക്കും ഇതിൻ്റെ മീനിങ് എന്താണെന്ന്. ദർ ഈസ് നോ മീനിങ് ഐ ഹാവ് ഗിവൺ. യു ഹാവ് ടു ഗിവ് സംതിങ്. യു ഹാവ് ടു മേക്ക് യുവർ ഓൺ മീനിങ് ആൻഡ് ഇന്റർപ്രറ്റ് ഇറ്റ്. ഒരുപാട് ചിന്തിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങളാണ്. നോക്കി നമുക്ക് ഒരാളത് ഡിസ്ക്രൈബ് ചെയ്ത് തരണം. ഇതെന്താണ്, എങ്ങനെയാണെന്നുള്ള സ്ഥലം പെയിന്റിങ്സിലായാലും ആ കളേഴ്സിലായാലും ലൈക്ക് എനിക്ക് തോന്നുന്നു അതിലെല്ലാത്തിനും ഓരോ മീനിങ് ഉണ്ടെന്ന്. അത് നിങ്ങൾ ഉണ്ടാക്കുന്നതാണ് സത്യത്തില്. നമ്മൾ ഓരോ ബുക്കുകൾ വായിക്കുമ്പോൾ ഒരാൾക്ക് കിട്ടുന്ന കഥ പോലെ ബുക്ക് പോലെയല്ല സത്യത്തിൽ. ബുക്കിൽ അയാളുടെ വേർഡ്സും ഒക്കെ കോൺക്രീറ്റ് സാധനം തന്നെയാണ്. പിന്നെ അതിന്റെ പലതരത്തിലുള്ള വായനകൾ നടത്താന്നുള്ളൂ. പക്ഷെ ഇതില് ഞാനൊരു മീനിങ് കൊടുത്തിട്ടില്ല. ഇതില് മറ്റാൾ എഴുതുമ്പോ ആർട്ടിക്കുലേറ്റ് ചെയ്തിട്ടുള്ളതാണല്ലേ. ഇത് അങ്ങനത്തെ ഒരു സംഭവമാണ്. അത് ഇറ്റ്സ് ഇവോൾവിങ് വൈൽ ഡൂയിങ്. ഇറ്റ് ബിക്കംസ് ലൈക്ക് ദിസ്. അല്ലാണ്ട് നമ്മളൊരു ഇമാജിനേഷൻ സാധനം കണ്ട് തലയിൽ കണ്ട് പിന്നെ അത് ക്യാൻവാസിലേക്ക് വരുന്നതല്ല. അതുകൊണ്ട് അത് അത്രയും സുഖമാണ് ചെയ്യാനും, ഭയങ്കര രസമാണ്. പെയിന്റിങ് നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പല സ്ഥലങ്ങളും ഇങ്ങനെ കണ്ടുകൊണ്ട് പോകില്ലേ, അതേപോലെ പെയിന്റ് ചെയ്ത് പല പല ഫിഗേഴ്സ് ഇങ്ങനെ ഒരു അവസാനമാണ് നിങ്ങൾ കാണുന്നത്. അർത്ഥങ്ങളിൽ നിന്നുള്ള ഒരൊറ്റ ഫ്രെയിമാണത്. അതെ, കുറെ സാധനങ്ങൾ ഞാൻ വരയ്ക്കുമ്പോ അതിനർത്ഥമായിട്ടല്ല ശരിക്കും, അർത്ഥമായിട്ടല്ല ശരിക്കും വിളിക്കുന്ന ഒരു ചിത്രത്തിൽ നിന്ന് നമുക്കിപ്പോ ഇന്ന ചിത്രത്തിൽ നിന്ന് ഈ മീനിങ് ആണ് എനിക്ക് കിട്ടുന്നത് എന്ന് പറയാൻ പറ്റില്ല. ഒരുപാട് അർത്ഥങ്ങളായിട്ടുള്ള ഒരൊറ്റ ഫ്രെയിമിൽ കാണിക്കുന്നു. പക്ഷെ ഞാനതിന് ഈ അർത്ഥങ്ങൾ എന്നൊക്കെ പറയാൻ തന്നെ മടിക്കുന്നുണ്ട്. അതില് അർത്ഥങ്ങൾ എങ്ങനെയാണ് അപ്പൊ സ്വന്തം പെയിന്റിങ്ങിനെ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? അപ്പൊ ഞാൻ അതിനിപ്പോ ഒരു പേര് കൊടുത്തത് സത്യത്തില് ഇതാണ്. അത് ഇവോൾവ് ചെയ്തിട്ടാണ് വന്നതാണ് എക്കോസാപ്പിയൻ പെയിന്റിങ്സ്. എക്കോസാപ്പിയൻ എക്കോ എന്ന് പറഞ്ഞാൽ എക്കോളജി, നാച്ചുറൽ. സാപ്പിയൻ എന്ന് പറഞ്ഞാൽ വോയിസ്, WISE, വോയിസ്, വിവേകം എന്നുള്ളത്. അപ്പൊ നമ്മൾ ഈ കാലത്ത് നമ്മളുണ്ടാക്കിയിട്ടുള്ള പ്രകൃതിയുടെ നാശനം ബാക്കി എല്ലാ യുഗങ്ങളിലും പ്രകൃതി തന്നെയുള്ള ഐസോലേഷൻ പല സാധനങ്ങളും അല്ലെങ്കിൽ കുറെ കാറ്റസ്ട്രോഫുകളും
നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെയാണ്. പക്ഷേ നൗ വി ആർ ക്രിയേറ്റിംഗ്, ഇറ്റ് ഈസ് അവർ ക്രിയേഷൻ, ദിസ് കൈൻഡ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഓൾ. അപ്പം വി ആർ സപ്പോസ് ടു ബി എന്താ പറയുക, എവല്യൂഷൻ്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന മനുഷ്യരെ വി ഷുഡ് ബി എന്താ ഗാർഡിയൻസ്, സെന്റിനൽസ് ആവേണ്ട ആൾക്കാർ തന്നെ അതിന് നശിപ്പിക്കുകയാണ്. നമ്മളെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. പ്രകൃതി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു മീനിങ് ആണ് ഈ ഇത്തരം ചിത്രങ്ങളിലൂടെ അതിലൊക്കെ നാച്ചുറലി ഷുഡ് കം ഔട്ട് ഓഫ് മീ. അതാണ് ഞാനിതിനു വേണ്ടി ഇത് കണ്ടിട്ട് പ്രകൃതി സംരക്ഷിക്കണമെന്നൊന്നും പറയുന്നില്ല. ആഗ്രഹിച്ച് ഒരു വരച്ച ചിത്രം ഏതായിരിക്കും? ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹിച്ചു എല്ലാ ചിത്രങ്ങളും എനിക്ക് ഡിയക്ടർബി അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല. നല്ല മൂഡാണ് ഇതിനൊരു എന്താ പറയുക, ട്രാൻസ് എന്നൊക്കെ പറയില്ലേ, നമ്മൾ ഒരു കാലം അങ്ങനെ അതിൽ കംപ്ലീറ്റ് ഇൻവോൾവഡ് ആവുന്നത്. അതിൽ എന്താ പറയുക, അപ്പോൾ ഒരു ഇതിലിങ്ങനെ ഒരു പാട്ട് എന്തായാലും മിക്കവാറും ഇതിൻ്റെ ഒപ്പം ഉണ്ടാവും. ഏതെങ്കിലും മ്യൂസിക് പിയാനോ അല്ലെങ്കിൽ വയലിനോ അല്ലെങ്കിൽ കർണാടക. ബാക്കി വേറെ ഹോബീസ്, ഇപ്പൊ ചിത്രം വര ഓക്കെ മെയിൻലി അതാണ് ഒരു പക്ഷെ വേറെ എന്തൊക്കെ കാര്യങ്ങളാണ്? ചിത്രം വര, യാത്രയാണ് മെയിൻ സംഭവം. ഈ യാത്ര ചെയ്തിട്ടാണ് സൃഷ്ടികള്. അത് ശരിക്കും ഈ യാത്ര ചെയ്ത കാരണമാണ് ഉണ്ടായെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. എന്നുണ്ടെങ്കിൽ ഞാൻ പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോഴേ ഒരു ചിത്രം വരച്ചിട്ട് പിന്നെ ഒരു ദിവസം കാണുമ്പോൾ ഇതുവരെ എവിടെയോ ഞാൻ പോയിട്ടുള്ള സ്ഥലങ്ങളായിട്ട് എന്തോ ഒരു അസോസിയേഷൻ ഉണ്ടല്ലോ. അവിടെ പിന്നീട് നോക്കുമ്പോൾ അപ്പോഴൊക്കെ അറിയുന്നത് എന്തോ നമ്മൾ പിന്നീട് ഇട്ടാ അങ്ങനെ. പിന്നെ കുറെ ദിവസം കഴിയുമ്പോൾ ഇത് ഞാൻ തന്നെ വരച്ചതാണോ എന്നുള്ള പോലത്തെ അത്രയും ആലിനേറ്റഡ് ആവും. നമ്മുടെ തന്നെയാണോ എന്നുള്ള പല ദിവസങ്ങൾ കാണുമ്പോഴേ ഓരോ ദിവസം പലതരത്തിൽ കാണും. ഓരോ വ്യക്തികളും പല അവരുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, അവരുടെ മനസ്സനുസരിച്ചാണ് ഇതിനെ കാണുക. എന്തായാലും ഇതിലൊരു ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുള്ളത്, പലയിടത്തും ഞാൻ പറഞ്ഞിട്ടുള്ളത്, അവർക്ക് ഇങ്ങനെ ഒന്ന് ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ. ഒരു ചിത്രം നോക്കിക്കഴിഞ്ഞാൽ ഞാനിവിടെ അല്ല, ഞാൻ തൃശ്ശൂരല്ല, ഞാൻ നാടകവേദിയിലല്ല, ഒരു ട്രാവലിംഗ് അനദർ ട്രാവൽ ആണെന്നുള്ള ഒരു മെന്റൽ ട്രാവൽ പോലെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ നേച്ചർ ഇപ്പൊ പറഞ്ഞല്ലോ ഭയങ്കര കൺജസ്റ്റഡ് ആയിപ്പോയി അല്ലെ? ഇപ്പൊ നമുക്ക് ഈ പറയുന്ന പോലെ സാറിന്റെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന ഈ പറയുന്ന അന്നത്തെ ഒരു പീസ്ഫുള്ളോ അല്ലെങ്കിൽ അന്നത്തെ ഒരു ഫ്രഷ്നെസ്സോ ഒന്നും തന്നെ നമുക്ക് ഇപ്പൊ കിട്ടാന്ന് വെച്ചാൽ വളരെയധികം കുറവാണ്. സോ ഇന്നത്തെ ഈ ഒരു യൂത്തിന്റെ അടുത്ത്, യൂത്ത് തലമുറയോട് ഇതിനായിട്ട് കണക്ട് ചെയ്തിട്ട് എന്തെങ്കിലും അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ എന്തായിരിക്കും? ഞാൻ അതാണ് ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കാശ്മീരിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള, കാശ്മീരിൽ കോളേജിൽ 2-3 കോളേജും പിന്നെ അവിടുത്തെ ചൗക്ക്, അവിടുത്തെ സ്ക്വയറില്ലേ, ഏറ്റവും കൂടുതൽ കുട്ടികളായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ അവർ തന്നെയാണ് എന്താ പറയുക, യുവജനങ്ങൾ ആണ്. പിന്നെ അതിൻ്റെ വേറെ രസം, ഈ കോളേജ് ക്യാമ്പസുകളിലൊക്കെ പോകുമ്പോൾ ഞാൻ പഠിച്ചിട്ടുള്ള, ഞാൻ എന്താ കോളേജ് കുമാരനായിട്ട് നടക്കണം അതേ ഫീലിംഗ് വീണ്ടും ഒരു യുവത്വം. ഐ എം 64 now, but when I mingle with people like youth, I am rejuvenating myself. അതിന്റെ ഒരു രസമുണ്ട്. നമ്മളല്ലെങ്കിൽ വെറുതെ വീട്ടിലിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ല, വീണ്ടും റെസ്റ്റ് പെട്ടെന്ന് തന്നെ ഓൾഡേജിലേക്ക് പോകും. ഇപ്പൊ നമ്മള് ഇതാ എന്താ കുട്ടികളോട് പറയാൻ മുഴുവൻ തന്നെ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യാനും ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവരോട് പറയുന്നത് ഞാൻ ട്രാവൽ ചെയ്യാൻ തന്നെയാണ്. ട്രാവൽ മിക്കവാറും ട്രാവലിലും ഉണ്ടാവും, മൗണ്ടൻസിലോ ഫോറസ്റ്റിലേക്കോ അല്ലെ കടലിലേക്കോ മരുഭൂമിയിലേക്കൊക്കെ പ്രകൃതിയിലേക്ക് ആയിരിക്കും എല്ലാ ട്രാവലും. ഞാൻ ഏറ്റവും ദൂരം കയറിയത് ഇവിടെയാണ്, അതിൽ ഈ ആനമുടിയാണ് നമ്മുടെ വെസ്റ്റേൺ ഗഡ്സിലെ. അത് ചിലപ്പോൾ ഒരു 10-25 വർഷം മുമ്പ് അതിങ്ങനെ കയ്യും കാലൊക്കെ വേണം അതിൻ്റെ മുകളിലേക്ക് കയറാൻ. ഒത്തിരി ഇതിലായിരുന്നു. അത് നല്ലൊരു എക്സ്പീരിയൻസ്. പിന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ച ഹംപിയിൽ മാതംഗ ഹിൽസിൽ കയറി സൺറൈസ് കാണും. അത് വാസ് ഒരുപാട് മെമ്മറീസ് ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ സാധനം ട്രാവൽ കാരണമാണ് ചിത്രങ്ങൾ ഉണ്ടാവുന്നതാണ് ശരിക്കും. ചിത്രം എല്ലാം ഔട്ട് പവർ ഓഫ് മൈ മൈൻഡ്, അല്ലെങ്കിൽ എൻ്റെ ബീയിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ്. പിന്നെ ബാക്കി വീട്ടിലൊക്കെ കുറച്ച് നേരം ഇരിക്കുമ്പോൾ എന്തെങ്കിലും വായിക്കുക, വായനയാണ് അതർവൈസ് കൂടുതൽ സമയം.
പിന്നെ കൂട്ടുകാർ നിറയെ കൂട്ടുകാരുണ്ട്. ഇപ്പൊ ഇതിൻ്റെ ഉണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ തൊട്ട് കന്യാകുമാരി വരെ എത്തിയപ്പോൾ എന്തോരം കൂട്ടുകാരെന്ന് അറിയോ, പ്രൊഫസേഴ്സും ഈ സ്റ്റുഡൻസും പോയറ്റ്സ് അവിടെ അങ്ങനെയാണ് എന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് കണക്ഷൻ ആയില്ലേ, അതേപോലെ അത് ജീവിതകാലം മുഴുവൻ ഉണ്ടാവണ റിലേഷനാണ്. പ്രത്യേകിച്ച് ഇപ്പൊ ഈ സംഭവങ്ങളൊക്കെ ഉള്ള കാരണം, മൊബൈൽ സംഭവങ്ങളെ കാരണം നമ്മള് ഡെയിലി ടച്ച് ഉണ്ട് ശരിക്കും ഇവരൊക്കെ ആയിട്ട് എല്ലാവരും. അപ്പൊ ഓരോരുത്തർ ചോദിക്കും ഇന്ന് എവിടെയാണെന്നൊക്കെ ചോദിച്ചിട്ട് കാശ്മീരിൽ നിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ കുട്ടികൾ ചോദിക്കും ഇങ്ങനെ. ട്രാവൽ ഈസ് വെരി മച്ച് എല്ലാവർക്കും ട്രാവൽ ട്രാവൽ ആണ് ശരിക്കും. ഞാനിപ്പോൾ അങ്ങനെ വിചാരിക്കുന്നത് ഏതെങ്കിലും ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ. ഞാനിപ്പോൾ ഒരു കൊല്ലം മുമ്പ് പാരീസിലും അവിടെ ഇവിടെയൊക്കെ കുറേ സ്ഥലങ്ങളിൽ ആംസ്റ്റർഡാമിലൊക്കെ ഹോട്ടലൊക്കെ ബുക്ക് ചെയ്തിട്ട് അവിടെ ട്രാവൽ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ, കുറച്ച് ചിത്രങ്ങളായിട്ട് ട്രാവൽ ചെയ്യാന്നുള്ള പരിപാടിയായിരുന്നു. അവസാനം എന്താ പറയുക, വിസ ഏറ്റവും ഈസി ആയിട്ട് കിട്ടുന്നത് ഈ ഗ്രീസ് വിസയൊക്കെ ഈസി ആയിട്ട് കിട്ടും. അപ്പം ഞാൻ അതിന് ഓപ്റ്റ് ചെയ്തു. എന്നോട് ഇവിടെ കൊച്ചിയിൽ പറഞ്ഞു, ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഷുവർലി ഗെറ്റ്, ഞാൻ 1 month അങ്ങോട്ട് പറഞ്ഞു നിങ്ങൾക്ക് കൂടുതൽ കിട്ടും, നമ്മുടെ ഫണ്ടും കുഴപ്പമില്ല, പിന്നെ ഞാൻ ഇനി ജോലി അവിടെ തപ്പിപ്പിടിച്ച് വിസയിൽ അവിടെ പോയിട്ട് മുങ്ങി നടന്ന് വേറെ ജോലിക്കുള്ള അതൊക്കെയാണ് ഈ വിസയുടെ കൺസേൺ ഉണ്ടാവും. അതൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമായി. പിന്നെ ഇതിൻ്റെ അടുത്ത് ഒരാഴ്ച കഴിഞ്ഞിട്ടും ഈ ഡേറ്റ് നമ്മൾ ഹോട്ടലിൽ ബുക്ക് ചെയ്തുള്ളതാണ്. അത് ഡേറ്റ് കറക്റ്റ് ആയില്ലെങ്കിൽ നമ്മുടെ കാശ് മുഴുവൻ പോകും, ക്രെഡിറ്റ് കാർഡൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആകെ ടെൻഷനായി. അപ്പോൾ ഞാൻ വിസ വന്നു പേപ്പർ നോക്കിയപ്പോൾ ഡിനൈഡ് വിസ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ജീവിതത്തിൽ ഭയങ്കര സംഭവം. പക്ഷെ അത് കാരണമാണ് ഞാൻ ആ പോക്കില്ലാത്ത കാരണമാണ് ഈ യാത്ര. ഇപ്പൊ ഇവിടെ എത്തിയതില്ലേ, ഇപ്പൊ ഇവിടെ എത്തിയതും ഈ കേട്ടു. ഞാനൊരു ഹാർഡ് കോർ ഓപ്റ്റിമിസ്റ്റാണ്. എല്ലാ കാര്യങ്ങളും എന്തെങ്കിലും ഡീൽ ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുന്ന അപ്പം തോന്നുന്ന നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലും നെഗറ്റീവായിട്ട് തോന്നുന്നത് പിന്നീട് ഭയങ്കര പോസിറ്റീവായിട്ട്. ഇപ്പൊ ഞാനിവിടെ എത്തിയത് ഭയങ്കര ഇതാണ് യാത്ര ചെയ്യാൻ. ഈ യാത്ര ഇപ്പൊ കാശ്മീർ ടു കന്യാകുമാരി വരെയുള്ള യാത്രയില്ലേ, പല കോളേജ് കൂടെ ക്യാമ്പസിൽ കൂടി ഇത്രയും ഫ്രണ്ട്സും പ്രകൃതിയും ഇതൊക്കെ ആയിട്ടുള്ള അതെനിക്ക് ഞാൻ അവിടെ യൂറോപ്പിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ യാത്ര നടന്നില്ല, വേറെ തരത്തിലായിരിക്കും. ഞാൻ എൻ്റെ റിലേഷൻസും വന്നെങ്കിൽ യാത്രകൾ വേറെ തരത്തിലായിരിക്കും. നല്ല ഐ ആം വെരി ഹാപ്പി. ഓരോ നിമിഷവും ആനന്ദത്തിലാണ്, നമ്മൾ ആഘോഷമാണ് ശരിക്കും ജീവിതം നന്നായിട്ട്.